നമസ്കാരം, ഞാൻ നിങ്ങളുടെ അംബികമ്മാസ് കിച്ചൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിത് ഓണസദ്യക്കുള്ള ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുമ്പളങ്ങ പുളിശ്ശേരി. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അംബികമ്മ. നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടുന്നത് ഒരു കുമ്പളങ്ങ, ചെറിയൊരു കുമ്പളങ്ങ അരിഞ്ഞ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കടുക്, ജീരകം, 3 തൊണ്ടമുളക് അരിഞ്ഞത്, 5 പച്ചമുളക് അരിഞ്ഞത് വെച്ചിട്ടുണ്ട്, തൈര്, എണ്ണ. ഇതൊരു മങ്കലത്തിലാണ് വെക്കാൻ പോകുന്നത്. നമുക്കിതെല്ലാം കൂടെ കലത്തിലോട്ടാക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. രണ്ട് കറിവേപ്പില, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്കിനി സ്റ്റൗ കത്തിക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇവിടുന്ന് വേകുമ്പോഴത്തേക്ക് അരയ്ക്കാനുള്ളത് എടുക്കാം. നമുക്ക് ഇത് അടച്ചു വെക്കാം. കുറച്ച് നേരം വേകുമ്പോഴത്തേക്ക് നമുക്ക് അരയ്ക്കാനെടുക്കാം. തേങ്ങ തിരികെ വെച്ചൊരു മുറി തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 2-3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം. ഇത്രയും കൂടെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം വെന്തോന്ന്. എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. പച്ചമുളകും കുമ്പളങ്ങയെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. കൈ കൊണ്ടൊക്കെ നീട്ടിയിടാം. മിക്സി കഴിഞ്ഞ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണം. ഇതൊന്ന് ചെറുതായിട്ട് തിള വന്നാൽ മതി. നല്ലോണം തിളച്ച് മറിയരുത്. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തൈര് ഒഴിച്ചിട്ട് കടുക് വറുത്തിടാം. നമുക്കിനി ഇതിലേക്ക് ഇത് തണുത്ത് ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കടുക് വറുത്ത് ഇടാം. പുളിശ്ശേരി റെഡിയായി. ഇനി ഇതിനകത്ത് കടുക് വറുത്ത് ഒഴിക്കാം. നമുക്ക് എണ്ണ ഒഴിക്കട്ടെ. എണ്ണ ചൂടായി. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് ജീരകം അതിട്ട് കൊടുക്കാം. കറിവേപ്പില,
നമുക്കത് ഒഴിച്ചു കൊടുക്കാം. കടുക് വറുത്തത് പുളിശ്ശേരി റെഡിയായി കടുക് വറുത്തൊഴിച്ച്. ഇനി ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഓണത്തിൻ്റെ പുളിശ്ശേരിയാണ്. ഇത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അംബിക അമ്മ.